എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇന്ന് എന്റെ കൂടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, ഓൾറെഡി നിങ്ങൾ എപ്പിസോഡ്സിലൊക്കെ കണ്ട് ഫെമിലിയർ ആയ ആരാ അത്? ആരാ 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 ആർജി മീൻസ്. വെൽക്കം. ഹായ്. മസ്താരനോട് ഇന്ന് മസ്തിയായിട്ട് ഞാനുണ്ട്. എവിടെയായിരുന്നു? എവിടേക്കാ രക്ഷിതറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് തന്നെ വിഷമമാണ്. എന്താണ് ബിൻസി, ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് സങ്കടം. അവരെ ആശ്വസിപ്പിക്കലാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജ്. ഇത് നാടകമല്ല, മര്യാദക്ക് പറ. എവിടെ പോയാലും ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓടി വന്നിട്ട് ആദ്യം പറയുന്നത് ഒരു സങ്കടമാണ്, പിന്നെ ഒരു സെൽഫി എടുക്കും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ പൊതുവെ ഗാലറി ബിൻസിക്ക് എതിരായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. യൂട്യൂബ്സിന്റെ അടിയിലും റീസെന്റ് ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ബിൻസി എവിക്ട് ആയത് നന്നായി എന്നുള്ളൊരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കാണുന്നത്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. പറയുന്നവരങ്ങനെ പറയട്ടെ, സത്യം എന്താണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ഒരു മെജോറിറ്റി, എനിക്ക് തോന്നുന്നു 80% ആളുകൾക്ക് അറിയാം. ബാക്കി 20% പറഞ്ഞോട്ടെ, അവർക്കൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഓക്കെ, അപ്പം ആ 20% ആളുകൾ, അത് ശരിയാണ്. ഇപ്പൊ ഏതൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബിൻസി എവിക്ടായത് എന്തുകൊണ്ട് നന്നായി എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നതായിട്ട് കേൾക്കുന്നത്. അത് മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. പറഞ്ഞ പോലെ ഈ പറഞ്ഞ 20% ആളുകൾ പറയുന്നത് വെച്ചിട്ട് മിഡ് വീക്ക് എവിക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ ബിൻസി എവിക്ട് ആവേണ്ട ഒരാളല്ലായിരുന്നു. കാരണം അതില് കുറച്ച് വാഴകളൊക്കെ സേവ് ആയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അതൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. അല്ല, ഹോണസ്റ്റ്ലി തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ആർജി ബിൻസി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മളിപ്പോ ഭാവിയിൽ ഇപ്പോഴാണെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഒരു ടോപ്പിക് അപ്പാനി ശരത്തിന്റെ പേരിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കുറിച്ച് എന്താ പറയണം? പറയുന്നേ ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഏറ്റവും ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയതാണ് ഇതിനെ കുറിച്ച്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് പോലും ഇങ്ങനെ ഉള്ളിലുള്ളപ്പോ നിങ്ങളെ കേൾക്കില്ലല്ലോ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. രക്ഷപ്പെട്ടോ.